ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഹരിയൂരപ്പ ശരണം. സദ്ഗുരുനാഥ് ഭഗവാൻ കി ജയ്. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീ വടശ്ശേരി ഹരിനമ്പൂതിരി എഴുതിയ ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം, അതിലെ 2-ാമത്തെ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായം നമുക്കിന്ന് പാരായണം ചെയ്ത് ഭഗവത് പാദത്തെങ്കിൽ സമർപ്പിക്കാം. ഈ അധ്യായത്തിൽ 5ഉം 6ഉം 7ഉം അത് ബ്രഹ്മ നാരദ സംവാദമായിട്ടാണ് പറയാറ്. ബ്രഹ്മാവ് ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ നാരദൻ ചോദിച്ചു, അല്ല, അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത്? അങ്ങല്ലേ ഈ സൃഷ്ടിയുടെയും എല്ലാറ്റിൻ്റെയും പിതാവായിട്ടുള്ളത് അങ്ങല്ലേ? പിന്നെ അങ്ങേക്കാൾ വലിയൊരാളുണ്ടോ എന്ന് നാരദ മഹർഷി ചോദിക്കുമ്പോൾ ബ്രഹ്മാവ് പറയാണ്, സന്തോഷമായി, ഇത് ലോകർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ്. ഭാഗവതത്തിൽ അങ്ങനെയാണ്. നമ്മളെപ്പോലുള്ള സാധാരണ ജീവനുകൾക്ക് സംശയം വരുന്ന വിഷയങ്ങൾ ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ ചോദ്യോത്തരങ്ങളിലൂടെ തീർത്തു തരികയാണ്. ബ്രഹ്മാവല്ലേ സ്ഥിതി ചെയ്യുന്നത്, അല്ല ഇതൊക്കെ സൃഷ്ടിക്കുന്നത് എന്ന് നമ്മുടെ ഉള്ളിൽ ശങ്ക വരുമ്പോൾ ആ ബ്രഹ്മാവ് പറയുകയാണ് നാരദരോട്, ഉണ്ണി, അങ്ങനെയല്ല, എന്നേക്കാൾ ശ്രേഷ്ഠനാണ് ആ പരമാത്മാവായിട്ടുള്ള ശ്രീഹരി. അദ്ദേഹം തന്നെയാണ് സൃഷ്ടി, സ്ഥിതി, ലയവും എല്ലാം അദ്ദേഹമാണ്. അത് ഓരോരോ രൂപത്തിൽ കാണുന്നു. നമ്മളെപ്പോലെയുള്ള മായ ബാധിച്ചവർക്ക് അതൊക്കെ 3ആയി തോന്നുന്നു. സത്യത്തിൽ ഒന്നേ ഉള്ളൂ. ആ ശ്രീഹരിയാണ് അദ്ദേഹം കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം സൃഷ്ടിച്ചത് ഞാൻ പ്രദർശിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അതിലപ്പുറമൊന്നും എനിക്കില്ല. ഈ ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളും സർവചരാചരങ്ങളും ആ ശ്രീഹരിയുടെ സൃഷ്ടികളാണ്, ഞാനത് പ്രകാശിപ്പിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അതിൽ തത്വസൃഷ്ടി, ഭഗവാന്റെ ഭക്തി, ജ്ഞാനം, ഉപാസന, പ്രകൃതി പുരുഷൻ, മായ, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ആ ബ്രഹ്മാണ്ട സ്ഥിതിയൊക്കെ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ബ്രഹ്മാവ്, അച്ഛനായിട്ടുള്ള ബ്രഹ്മാവ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ നമുക്ക് വേറിട്ട് കാണുന്ന ഈ ദ്വൈത അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഉണ്ട് എന്ന് തോന്നൽ വരുന്നത് തന്നെ നമ്മുടെ ഈ ശരീരബോധമാണ്. ഈ ശരീരമില്ല, അതൊക്കെ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് സങ്കല്പിച്ചുകൊണ്ട് സർവചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു ശക്തിയേ ഉള്ളൂ എന്ന വിചാരത്തോടു കൂടി നമ്മൾ കാണുമ്പോൾ കാണുന്നതൊക്കെ ഗുരുവായൂരപ്പനാണ്. ഗുരുവായൂരപ്പനല്ലാണ്ട് മറ്റൊന്നില്ല ഇവിടെ. അതുറയ്ക്കുക മനസ്സിൽ. അതുറയ്ക്കാനായിക്കൊണ്ട് നാമം ജപിക്കുക. നാമമല്ലാതെ പ്രാരബ്ധമാണ് പറയും ചിലർ. അയ്യോ, എനിക്കതിനൊന്നും സമയമില്ലേ. സമയം ഉണ്ടാവും, എങ്ങനെ അറിയോ? നാമം ജപിക്കുക. നാമം ജപിക്കുമ്പോൾ നമ്മളിപ്പോൾ സുഖമാണ് എന്നൊക്കെ വിചാരിക്കുന്ന വിഷയങ്ങളിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാരബ്ധമാണെന്ന് പറയുന്നത് നമ്മളറിയാതെ ഓരോന്നായിട്ട് വിട്ടുപോകും. നാമം ജപിക്കുക, നാമം ജപിക്കുക, അത് മാത്രമേ മാർഗമുള്ളൂ. ഗുരുവായൂരപ്പാ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം 2-ാമത്തെ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായം. ദേവദേവാ നമസ്കാരം പിതാമഹ വൃദ്ധിപ്രദാ സൃഷ്ടികർത്താവേ വന്ദനം. ചൊല്ലി വിധിയോടായി ദേവർഷി നാരദൻ ആത്മതത്വം ചൊല്ലി ജ്ഞാനിയാക്കിയിടുവാൻ. കാണും പ്രപഞ്ചത്തിൻ രൂപമെന്തെങ്ങനെ, ആശ്രയമെന്തുണ്ട് നിർമ്മിച്ചതാരിത്. എന്തിൽ ലയിക്കും സ്ഥിതിയൊരു ചെയ്വതും, എന്തിൽ ലയിക്കും സ്ഥിതിയാരു ചെയ്വതും. 3 കാലത്തിലെ വ്യത്യാസമെങ്ങനെ, അങ്ങല്ലേ സർവം നിയന്ത്രണം ചെയ്വത്. പുത്രനാമൻ ശങ്ക തീർത്തു തരേണമേ. അങ്ങേക്കാൾ ശ്രേഷ്ഠനായാരുണ്ടീ പാരിതിൽ, ആരെ ഭജിക്കുന്നു രക്ഷകനാരിക. ഇങ്ങനെ കേട്ടപ്പോൾ സന്തുഷ്ടനായി
വിധി പുത്രായൻ ശ്രീഹരി നമ്മുടെ രക്ഷകൻ. നിന്നുടെ ചോദ്യം ഭഗവൻ മഹീമതൻ ചിന്തനത്തിൻ ഹേതുവാകയാൽ തുഷ്ടനായി. എന്നേക്കാൾ ശ്രേഷ്ഠൻ പരമാത്മാ ശ്രീഹരി, സൃഷ്ടിസ്ഥിതിലയ കാരണൻ മായയാൽ. തന്നതു മാത്രം ഞാൻ കാട്ടിത്തരുന്നിഹ, സൂര്യചന്ദ്രന്മാരെ പോലെ എൻ വൃത്തിയും. ശ്രീഹരേ വിഷ്ണു നമസ്കരിക്കുന്നു ഞാൻ എൻ്റെ എന്നു കരുതുന്നു മായയാൽ. അങ്ങു തരുന്നതല്ലാതെ ഇഹ വേറെ എന്തുണ്ടു ലോകത്തിലാരിലും കാൺമതായി. പഞ്ചഭൂതം ദ്രവ്യം കാലവും കർമ്മവും ജീവൻ സ്വഭാവവും പഞ്ചീകരിക്കയാൽ ഉണ്ടായി പ്രപഞ്ചം ഭഗവാനാൽ നിർമ്മിച്ചതിൽ വാണു സാക്ഷിയായി സർവഥാ. നാരങ്ങൾക്കാശ്രയം നാരായണൻ ഇഹ, നാരായണൻ തന്നു 4 വേദങ്ങളും. ഈരേഴു ലോകം ഹരി തന്നവയവം, യോഗാദികർമ്മം ഹരിയിലെത്തിയിടുവാൻ. വർണ്ണാശ്രമകർമ്മം സ്വന്തധർമ്മം ചെയ്ത് വിദ്യ നേടി തപസ് ചെയ്യണം ഭക്തനായി. നാരായണ പ്രീതി നേടണം യോഗിയായി. യജ്ഞനായേകണം യാഗത്തിൻ സദ്ഫലം. എന്നുടെ കർമ്മം ഹരിയുടെ ആജ്ഞയാൽ ചെയ്യപ്പെടുന്നു ഹരിയുടെ ഇംഗിതം. മായതൻ സത്വരജസ്തമമുഗുണം ചേർത്ത് 24 തത്വങ്ങളാൽ. പഞ്ചഭൂതം ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളും പഞ്ചതന്മാത്രയും അന്തഃകരണവും കൊണ്ടു സൃഷ്ടിച്ച ശരീരങ്ങളിൽ സാക്ഷിയാണെങ്കിലും ബന്ധമില്ലാതെ നിൽക്കയാം. കാലവും കർമ്മം സ്വഭാവം ഈ ശക്തികൾ ചേർക്കുന്നു മായയാൽ സൃഷ്ട്യാദി ചെയ്യുവാൻ. കാലത്താൽ മുഗുണക്ഷോഭം ഭവിച്ചിടും, കർമ്മം മഹത്തത്വമായി മാറ്റും ഹരി. മാറ്റം സ്വഭാവം കൊണ്ടെന്നും ഭവിച്ചിടും, ദ്രവ്യം തമോ ഗുണം തന്മാത്രയും തഥാ. ഇന്ദ്രിയമുണ്ടായി രജോ ഗുണമുഖ്യമായി, ദേവതമാനസം സാത്വികമാത്രവും. ദ്രവ്യശക്തി തമസാത്വികം ജ്ഞാനവും, രാജസം കൊണ്ട് ക്രിയാശക്തി സൃഷ്ടിയും. ആദ്യമായുണ്ടായി ഓങ്കാരബ്രഹ്മവും, ശബ്ദഗുണകമായി ആകാശഭൂതവും. സ്പർശത്തോടൊത്തുള്ള വായുവുമുണ്ടായി ഇന്ദ്രിയം ധാരണ. ദേഹമനോബലം പ്രാണബലം ധൈര്യം ഓജസ്സും ശക്തിയും വായുവാലേകി ശരീരികൾക്കു ഹരി. അഗ്നിയുണ്ടായി അതിൻ രൂപവും പിന്നീട് ഉണ്ടായി ജലം രസതന്മാത്രയും തഥാ. ഗന്ധവും ഭൂമിയും ഉണ്ടായി ഭൂമിയിൽ പഞ്ചവിഷയവും ചേർപ്പിച്ചു മായയാൽ. ആകാശഭൂതത്തിൽ ശബ്ദതന്മാത്രയും ശബ്ദവും സ്പർശവും വായുവിൽ ചേർത്തതും. ശബ്ദം രൂപം സ്പർശം അഗ്നിയിൽ കണ്ടിടും, കൂടെ രസം കൂടി 4 ജലത്തിലും. ഉണ്ടായി അധിഷ്ഠാന ദേവത സാത്വികം, ബുദ്ധിയാൽ ജ്ഞാനേന്ദ്രിയത്തിൻ പ്രവൃത്തിയും. പ്രാണനാൽ കർമ്മേന്ദ്രിയത്തിൻ പ്രവൃത്തിയും ചെയ്യിച്ചു സർവം നിയന്ത്രിച്ചു ഈശ്വരൻ. തത്വങ്ങൾ മുഗുണം ചേർത്തു സൃഷ്ടിക്കവേ തമ്മിൽ കലരാതെ മാറി നിന്നു തഥാം. അപ്പോൾ ഭഗവാൻ അതിൽ ചേർത്തു ശക്തിയെ ഉണ്ടാക്കി സ്ഥൂല സൂക്ഷ്മം ദേഹം ജീവനം. സൃഷ്ടിയിൽ പ്രത്യേകം കൂടി സമഷ്ടിയും
ഒന്നിച്ചു ബ്രഹ്മാണ്ഡമായി സ്വരൂപിയായി കാരണവെള്ളത്തിൽ 1000 കൊല്ലവും പൊങ്ങിക്കിടന്നു അതിൽ കേറി ശ്രീഹരി ചേതന ചേർന്നു സഹസ്രാക്ഷനായി തല കൈകാൽ സഹസ്രം പരം പുമാൻ സൃഷ്ടിയിൽ നാരായണ നാഭിപത്മത്തിൽ അന്നു ഞാൻ ഉണ്ടായി വിരാട്ടായി കണ്ടു വിരിഞ്ചനായി കൽപ്പിച്ചു മൂലോകം ഈരേഴു ലോകമായി ഭൂമി നടുവിലും മോളിൽ ദ്യുലോകവും സ്വർഗം മഹർജന പിന്നെ തപ സത്യം ഊർധ്വലോകങ്ങളായി 7 ലോകങ്ങളെ താഴെ അതല വിതല സുതലവും പിന്നെ തലാതലം താഴെ മഹാതലം താഴെ രസാതലം പിന്നെ പാതാളവും കൽപ്പിച്ചധോലോകം ദൈത്യ നാഗർക്കിവാം ശ്രീമുഖം തന്നിൽ നിന്നുണ്ടായി വിപ്രനും ക്ഷത്രിയൻ കൈകളിൽ ഊരുവിൽ വൈശ്യനും പാദത്തിൽ ശൂദ്രനും ഉണ്ടായി സേവകൻ പാദമായി കൽപ്പിച്ചധോലോകം ഭൂമിയും അന്തരിക്ഷം നാഭി സ്വർഗം ഹൃദയവും മാറ് മഹർലോകം കണ്ഠം ജനലോകം 2 സ്തനം തപോലോകമായി കാണണം കണ്ടു വിരാട്ടിൽ തല സത്യലോകമായി കണ്ടു അതലം അരക്കെട്ട് വിശ്വനിൽ ഊരുവിതലം സുതലമായി മുട്ടുകൾ പിന്നെ കണങ്കാൽ തലാതല ലോകവും കാൽ ഞെരിയാണി മഹാതല ലോകവും കാലിൻ പുറവഴി തന്നിൽ രസാതലം പാതാളമുള്ളം കാൽ നിശ്ചയിച്ചങ്ങനെ ബ്രഹ്മാവ് സ്ഥാനമായി കണ്ടു വസിക്കുവാൻ ദേഹാനുസാരം വിരാട്ടിൽ പലവിധം. കൃഷ്ണാരാധേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ നമഃ. ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം 2-ാം സ്കന്ധത്തിൽ അധ്യായം 5 സമാപ്തം. സർവത്ര സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീഹരയേ നമഃ. ശ്രീഹരയേ നമഃ. ശ്രീഹരേ